ആ 2 ലൈറ്റും സൈഡ് ലൈറ്റ് കണ്ടിട്ടാണ് ഇതാണ് റൺവേ എന്ന് മനസ്സിലാകുന്നത്. നല്ല മഴയുള്ള സമയത്ത് ഈ ലൈറ്റ് കാണില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടൊന്നല്ല, കണ്ണുകൊണ്ട് പൈലറ്റ് കാണുകയും വേണം. അതിലൊരു സ്വിച്ച് അമർത്തുന്നതിന് പകരം മറ്റൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ടിലും സൈഡിലും എല്ലായിടത്തും ബാലൻസ് ചെയ്യുന്നവരാവണം. ഇനിയിപ്പോൾ അവർ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 3 പേര് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിക്കും. ക്രൂ വന്നിട്ട് പറയും ഇവിടുന്ന് പ്ലീസ് വിൽ യു ഷിഫ്റ്റ് ഇറ്റ് ഹിയർ. നമ്മൾ ബാലൻസ് ചെയ്യാനാണ്. 1 ടെക്നിക്കലാണ്, 2 ഹ്യൂമൻ എററാണ്, 3 ട്രാഫിക്കിൻ്റെ പ്രശ്നമാണ്, 4 പ്ലെയിൻ ക്രാഷുകൾ ഈ അടുത്ത കാലത്തായി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എല്ലാ ടെക്നിക്കൽ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടാണ് ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുക. എന്നിരുന്നാലും ഈ ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സ് നമ്മളോട് എന്താണ് പറയുന്നത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ? ഈ അടുത്ത കാലത്ത് പ്ലെയിൻ ക്രാഷ് കൂടുന്നുണ്ടെന്നുള്ളത് ഒരു അബ്സല്യൂട്ടായിട്ടുള്ള നമ്പറിൽ കറക്റ്റാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് ഓടിയത് 1903 പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് പ്ലെയിൻ ക്രാഷേ ഇല്ല. ഭാരതത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പെരിമെൻറ്റ് ബീച്ചിൽ നടന്നിരുന്നു. അപ്പം അന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന കാലത്ത് ചില ഫ്ലൈറ്റുകളൊക്കെ ടെക്നിക്കൽ എറർ കൊണ്ട് പോവാം. കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഇന്ത്യയിൽ 4 മടങ്ങ് എയർപോർട്ടുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ട്രാഫിക്കുകൾ കൂടും. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കണം. കൊച്ചിയിൽ പെർ ഡേ എത്ര ഫ്ലൈറ്റ് ഉണ്ടെന്ന് അറിയാമോ? 100 ഫ്ലൈറ്റ്. കൊച്ചി വളരെ ചെറിയ എയർപോർട്ടാണ്. 500 ഓരോ 3 മിനിറ്റിലും പീക്ക് ടൈമിൽ ഓരോ 3 മിനിറ്റിലും എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ബോംബെയും ഡൽഹിയും പോലെയുള്ള എയർപോർട്ടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക് ജാം നമ്മുടെ സാധാരണ ഉള്ളതുപോലെ അവിടെയും ട്രാഫിക് ജാം ഉണ്ട്. കുറേ ആക്സിഡൻറ്റ്സ് നടക്കുന്നത് ട്രാഫിക് കൂടുമ്പോഴാണ്. ഓൺ ദ റോഡ് ആയാലും ഇൻ ദ എയർ ആയാലും സെയിം സംഭവമാണ്. പിന്നെ നമ്മളൊക്കെ ഈ കാണുന്ന എയർക്രാഫ്റ്റുകളൊന്നും അവർ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല, ലീസിനെടുക്കുന്നതാണ്. ഓക്കെ, മിക്കവാറും എയർക്രാഫ്റ്റുകൾ വാങ്ങാറില്ല, കമ്പനി ലീസ് കൊടുക്കുക ചെയ്യുക. അത് ഈ പ്ലെയിൻ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ലീസ് മേടിക്കാം. അതിൻ്റെ മെയിൻ്റനൻസും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ എഞ്ചിനീയേഴ്സും മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ മേജർ ടെക്നിക്കൽ ഇപ്പോൾ എയർ ഇന്ത്യ പോലെയൊക്കെ ഉള്ളത് എയർ ഇന്ത്യക്കായിട്ടുള്ള ചീഫ് എഞ്ചിനീയേഴ്സ്, ആ എഞ്ചിനീയേഴ്സിനൊക്കെ അറിയുന്ന ഒരാളാണ്, പരിചയമുള്ള ഒരാളും അവരുമായിട്ട് നമ്മുടെ വീട്ടിലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റും പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ വലിയ പണിയാണ്. ഇപ്പം നമ്മൾ UK ഒരു സൈനിക എയർക്രാഫ്റ്റ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ട് 2 ആഴ്ച അവിടെ ഇടേണ്ടി വന്നു. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു സൈനിക എയർക്രാഫ്റ്റിന് കുഴപ്പം വരിക, അത് കേരളത്തിൽ ലാൻഡ് ചെയ്യുക, അവിടുത്തെ മെയിൻ്റനൻസിൻ്റെ എക്സ്പേർട്സ് വന്നിട്ടാണ് ചെയ്തത്. നമുക്കെന്ത് ഇവിടുന്ന് ആരെങ്കിലും അയക്കാൻ പറ്റില്ല. കാരണം ഓരോ കമ്പനിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള. ഞാൻ പണ്ട് ഡക്കോട്ടേൻ്റെ ഒക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് ഡക്കോട്ട എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മാഗ്നറ്റിക് സർവേക്കൊക്കെ പോകുന്നത്. നമ്മളൊക്കെ അന്ന് ഈ എയർക്രാഫ്റ്റിൻ്റെ താഴത്തെ ഭാഗം ആശാരിനെ വിളിച്ചൊക്കെ റിപ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓട്ട കണ്ടപ്പോൾ. എന്നുവെച്ചാൽ എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന സമയം ഞാൻ ഏവിയേഷൻ റിസർച്ച് സെൻറ്ററിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അപ്പോൾ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈലറ്റിങ്ങിനും കോ പൈലറ്റിങ്ങിനും മാപ്പ് ഉണ്ടാക്കാനും ഫ്ലൈയിങ് ചാർട്ട് ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അറിയേണ്ടത് നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് കൂടി, 2 ട്രാഫിക് കൂടി, 3 ഹെക്റ്റിക് ആയിട്ടുള്ള ട്രാവലാണ്. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എയർക്രാഫ്റ്റ് 1 മണിക്കൂറിലധികം ഇട്ടാൽ ആ എയർപോർട്ടിന് വാടക കൊടുക്കണം. ഈ ഓരോ ഫ്ലൈറ്റും ഇപ്പോൾ ഇൻഡിഗോ വന്നിട്ട് കൊച്ചിയിൽ കുറേ ആൾക്കാരെ കയറ്റുന്നു. എന്തോ അവരുടെ ടെക്നിക്കൽ കാരണം കൊണ്ടോ അവർക്ക് ലാൻഡ് ചെയ്തിട്ട് ടേക്ക് ഓഫ് ചെയ്യാനുള്ളത് 20 മിനിറ്റ് 40 മിനിറ്റാണ് സ്ലോട്ട് കൊടുത്തിരിക്കുന്നത് വിചാരിക്കാം. ആ 40 മിനിറ്റിലുള്ള അവിടെയുള്ള പാർക്കിംഗ് ചാർജാണ് എയർപോർട്ടിന് കൊടുക്കേണ്ടത് ഫീസായിട്ട്. ആ 40 പോയിട്ട് 2 മണിക്കൂറായി എന്ന് വിചാരിക്കുക, അത്രയും വാടക കൊടുക്കണം. പല എയർക്രാഫ്റ്റുകളും അവരുടെ പരിപാടികളൊക്കെ നിന്ന് പോയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നിന്ന് പോയിട്ടുള്ള ചില കമ്പനികളുണ്ടല്ലോ, അവർ പല എയർപോർട്ടിലും ഇത് പാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവർക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്ന് ആ എയർക്രാഫ്റ്റ് വിറ്റാലും കമ്പനി വിറ്റാലും പാർക്കിംഗ് സ്പേസ് പൈസ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഇടുന്നത്. നമ്മളിപ്പോൾ മെക്കാനിക്കിൻ്റെ അടുത്ത് കാർ ഏൽപ്പിച്ചു, അയാൾ റിപ്പയർ ചെയ്തിട്ട് തീരുന്നില്ല, അയാൾ 10 ദിവസം ഇട്ടാൽ 1 ലക്ഷം റുപ്യ തരണം എന്ന് പറഞ്ഞാലോ, 30 ദിവസം ഇട്ട് കഴിഞ്ഞാൽ കാർ വിട്ടു കൊടുക്കല്ലേ ലാഭം. അപ്പോൾ അതുകൊണ്ടാണ് പല എയർക്രാഫ്റ്റുകളും മൂലക്ക് കിടക്കുന്നത് പല സ്ഥലത്തും. അപ്പോൾ ഒന്ന് ടെക്നിക്കൽ, ഒന്ന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന. പിന്നെ ഇതിനൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവരെ എയർക്രാഫ്റ്റിൽ കയറ്റുക. ആ കയറ്റി കഴിഞ്ഞാൽ ഹോപ്പിംഗ് എയർക്രാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക, ലാസ്റ്റ് തീരുന്നത് വരെ
ഒരു 8 മണിക്കൂറൊക്കെ ഓടിച്ചു തരുമ്പോഴത്തേക്കും ഇവൻ്റെ കാറ്റടിച്ച് പോകില്ലേ. പിന്നെ അതിനിടയിലായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും ലാൻഡ് ചെയ്തപ്പോഴേക്കും വീട്ടിലുള്ള വല്ല പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ടാവുക. മൂഡ് ഓഫ് ആയില്ലേ. പണ്ട് എയർക്രാഫ്റ്റിലൊന്നും ടെലിഫോൺ അവൈലബിൾ അല്ല, ഇപ്പോൾ ടെലിഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഹ്യൂമൻ എറേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ ഒരു 30% കൂട്ടിയാൽ ചിലപ്പോൾ 70 to 50% ഒക്കെയാണ്. പിന്നെ ലാംഗ്വേജ് ഇന്ന് മിക്കവാറും നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതൊന്നും അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്ന സമയത്തും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് റഷ്യൻ പൈലറ്റാണ് കൊച്ചിയിൽ ഇറങ്ങുന്നതെന്ന് വിചാരിക്കുക. ഈ ATC പറയുന്ന സംഭവം അയാൾക്ക് മനസ്സിലാവില്ല. ഈ സിഗ്നലും സാമ്പിളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ഡിപ്പിംഗ് ഒരു ആംഗിൾ ഉണ്ട്. ആ ഡിപ്പിംഗ് ആംഗിൾ നോക്കുമ്പോൾ ഈ റൺവേയിൽ ഏത് ലൈറ്റൊക്കെ എനിക്ക് കാണാൻ പറ്റും, ആ 2 ലൈറ്റും സൈഡ് ലൈറ്റ് കണ്ടിട്ടാണ് ഇതാണ് റൺവേ എന്ന് മനസ്സിലാകുന്നത്. അല്ലാണ്ട് ആ സ്പീഡിൽ വരുമ്പോഴൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഓറഞ്ച് 13 എന്ന് പറയുന്ന ലൈനിലാണ് ഞാൻ, ഇതിനൊക്കെ നമ്പർ ഉണ്ട്, നമ്മൾ NH47 എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഓറഞ്ച് 37 വരുന്നത്, കൃത്യമായിട്ട് നമ്പർ ശരിയാവണമെന്നില്ല, ഒരു പേര് വെറുതെ പറഞ്ഞു നോക്കാം, അങ്ങനെയൊക്കെയാണ് പേര്, കളർ വിത്ത് എ നമ്പറാണ്. അത് വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ സ്പീഡ് നോക്കിയിട്ട് എൻ്റെ ഡിപ്പിംഗ് സ്പേസ് നോക്കിയിട്ട് എനിക്ക് എത്രത്തോളം അത് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ലൈറ്റ് കണ്ടിട്ടാണ്. നല്ല മഴയുള്ള സമയത്ത് ഈ ലൈറ്റ് കാണില്ല. ഇതൊക്കെ ഡിറ്റക്ടേഴ്സ് വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടൊന്നുമല്ല, കണ്ണുകൊണ്ട് പൈലറ്റ് കാണുകയും വേണം, രണ്ടും ഉണ്ടാവും. അതിലൊരു സ്വിച്ച് അമർത്തുന്നതിന് പകരം മറ്റൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ പ്രശ്നം ആയി. സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്, ലാൻഡിങ് സമയത്തുണ്ട്. പൈലറ്റും കോ പൈലറ്റും തമ്മിലുള്ള ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ പലപ്പോഴും വരാം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ 1 ടെക്നിക്കലാണ്, 2 ഹ്യൂമൻ എററാണ്, 3 ട്രാഫിക്കിൻ്റെ പ്രശ്നമാണ്, 4 എൻവറോൺമെൻറ്റ് പ്രശ്നങ്ങൾ. ഇപ്പം നല്ലപോലെ പൊല്യൂഷനുള്ള സമയത്ത് വിസിബിലിറ്റി വളരെ കുറയും. പക്ഷേ ഈ പറയുന്ന ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ടെക്നിക്കൽ ചെക്ക് ചെയ്തതിന് ശേഷമല്ലേ എല്ലാം എന്ത് ചെയ്താലും, എല്ലാ സംഭവങ്ങളും ചെയ്താലും ആക്സിഡൻറ്റ് ഈസ് ആൻ ആക്സിഡൻറ്റ്, നോ പ്രെഡിക്റ്റീവ് അല്ലല്ലോ. എല്ലാം ചെക്ക് ചെയ്താലും, ഇപ്പം ഞാനിപ്പോൾ ഒരു മിസൈൽ ഞാൻ ചെക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം, അത് മിസൈൽ പറപ്പിക്കുമ്പോൾ ചെക്ക് ചെയ്താലല്ലേ അത് കറക്റ്റ് ആകാൻ പറ്റുള്ളൂ. താഴത്തുനിന്ന് ചെക്ക് ചെയ്യുന്നത് അത് വർക്ക് ചെയ്യുമ്പോഴല്ലല്ലോ. മനസ്സിലാവുണ്ടോ? നമ്മൾ സാധാരണ ഒരു സംഭവമേ ഉള്ളൂ, ഡോക്ടർമാരെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ വർക്കിംഗ് സിസ്റ്റത്തിൽ സർജറി ചെയ്യുന്നതും റിപ്പയർ ചെയ്യുന്നതും. ബാക്കി എല്ലാ വണ്ടിയും നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ ഓഫാക്കിയിട്ടല്ലേ റിപ്പയർ ചെയ്യണേ. അത് ഓണാക്കി കഴിഞ്ഞിട്ട് ഓടുമ്പോഴല്ലേ അതിൻ്റെ യഥാർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്? ഇത് എല്ലാ നടക്കുന്ന കമ്മ്യൂണിക്കേഷനും ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇപ്പോൾ ഒരു എറർ, ഇപ്പോൾ ഇത് എന്ത് കാരണം കൊണ്ടാണ് ഈ പ്ലെയിൻ ക്രാഷ് ആയത് എന്ന് പറയുന്നത്, ഓക്കെ ഒരു എഞ്ചിൻ എറർ എന്ന് പറയുന്ന പൈലറ്റ് പറയുന്ന ആ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ചെയ്യുള്ളൂ. അതല്ലാതെ ഇതിന് ഡാറ്റ വേറെ ഫീഡ് ആകത്തില്ല. ഡാറ്റ ഫീഡ് ആവുന്നതിന് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം നിങ്ങൾ സാധാരണ കാറ് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അയാൾ എല്ലാ സിസ്റ്റവും അടിച്ചു നോക്കണ്ട, അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് ഇന്നെടുത്താണ് എറർ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറി. ഇത് എയർക്രാഫ്റ്റിൽ പണ്ടേ ഉണ്ട്, അതൊക്കെ റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ആ റെക്കോർഡിങ്ങിലും പറ്റാത്ത ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവും. നമ്പർ 1. നമ്പർ 2, ATC പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ATC കണ്ടിന്യൂസ് ആയിട്ട് പൈലറ്റുമായിട്ട് ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ മുമ്പും ഈ ഒരു എയർപോർട്ടിൻ്റെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പൈലറ്റിനെക്കാളും ATC-കാരനാണ്. ATC എന്ന് പറയുമ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, താഴെ ടവറിലുള്ള ഈ പണ്ട് കൊച്ചിനിലെ എയർപോർട്ട് എന്ന് പറയുന്നത് നേവൽ ബേസ് ആണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നേവൽ ബേസിൽ ATC-ന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. കാരണം നേവൽ ബേസിൽ വന്ന സമയത്ത് ചുളൂൽ അതിനകത്ത് കയറി, എന്താണെന്ന് വെച്ചാൽ പെർമിഷൻ കിട്ടിയിട്ടുണ്ട് മുകളിൽ പോകണം കാണണമെന്നുണ്ട്. അവർ പിന്നെ ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ATC പോയിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ആദ്യമായിട്ട് ATC കണ്ടപ്പോഴേക്കും എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ ഈ ATC വരുന്ന എയർക്രാഫ്റ്റുകാരനുമായിട്ട് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പ്രഷർ എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ എയർപോർട്ട് എന്ന് പറയുമല്ലോ. എയർക്രാഫ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ദ ടെമ്പറേച്ചർ ഈസ് സോ മച്ച്, ഇത്രയാണ് പ്രഷർ, ദർ ഈസ് എ ചാൻസ് ഓഫ് റെയിൻ, ഇതൊക്കെ അവർ മെഷർ ചെയ്തിട്ടാണോ പറയുന്നത്? ATC പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ TV-ലൊക്കെ കാണില്ലേ ടെമ്പറേച്ചർ ഇന്ന് 26 ഡിഗ്രി ആണ്, അത് മെഷർ ചെയ്യുന്നത് തന്നെ എയർപോർട്ടിൽ വെച്ചാണ്. കാരണം നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് കംപ്ലീറ്റ് മെഷർ ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുള്ളത് എയർപോർട്ടുകളിലാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ വെതർ പ്രഡിക്ഷൻസ്, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ട് ലോകത്തിൽ മഴ കൂടുന്നു, ചൂട് കൂടുന്നു എന്നൊക്കെ പറഞ്ഞത് എവിടെ ഇത് മെഷർ ചെയ്തിരിക്കുന്നത്? 1940-കളിൽ ആകെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് ഒരു എയർപോർട്ട്, 50-കളിൽ ആകെ 4 എയർപോർട്ട്. അപ്പോൾ 4 എയർപോർട്ടിൽ മെഷർ ചെയ്തിട്ടാണ് ഇന്ത്യയുടെ ടെമ്പറേച്ചർ ഇന്നതായിരുന്നു 1950 എന്ന് പറയുന്നത്. അതന്നെ മണ്ടത്തരം.
കാരണം ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും മാത്രം മെഷർ ചെയ്തിട്ട് കേരളത്തിൻ്റെ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും എയർപോർട്ടുകൾ വന്ന സമയത്ത് അവിടെയോ ഷാഡോ ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ പറയും ഇതൊന്നും അല്ല ചൂട്, പറയുന്നതൊക്കെ തെറ്റാന്ന് പറയും. കാരണം അവിടെ മെഷർ ചെയ്യുന്നത് ബിൽഡിങ്ങിൻ്റെ ഷാഡോയിൽ എത്രയാണ് എന്നാണ്. അത് കംപ്ലീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവിടെയുള്ള ടെമ്പറേച്ചർ അല്ല നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കുറച്ച് മാറ്റങ്ങൾ പറ്റി, മോഡലുകൾ മാറ്റി, പല സ്ഥലത്തും മെഷർ ചെയ്യുന്നതൊക്കെ മാറ്റി കുറച്ചും കൂടി മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലാ കമ്പ്യൂട്ടറും മെഷർ ചെയ്യുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള. അങ്ങനെയുള്ള കുറേ സിസ്റ്റംസ് മാറിയിട്ട് അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻസിൻ്റെ മെഷർമെൻറ്റിൽ എറർ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ വിസിബിലിറ്റിയിൽ എറർ ഉണ്ടാക്കും. ഇതൊക്കെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുകൊടുക്കുന്ന ഇൻഫർമേഷൻസ് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം പൈലറ്റിന് കൊടുക്കുന്നു, പൈലറ്റ് അത് റിസീവ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് ഒക്കെയാണ് ചെയ്യേണ്ടത്. ഇതിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അല്ല, ഇപ്പം ഈ നമ്മളിപ്പോൾ ചില വണ്ടികളിൽ, ഇപ്പോൾ ടെസ്ല പോലുള്ള വണ്ടികളിൽ ഓട്ടോ പൈലറ്റിംഗ് മോഡുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ പാർക്കിംഗ് മോഡുണ്ട്. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് എപ്പോഴെങ്കിലും എല്ലാത്തിലും ഉണ്ട്. എയർക്രാഫ്റ്റിൽ സ്ഥിരമായിട്ടുണ്ട്. ഇതിപ്പോഴൊന്നുമല്ല. കാരണം എയർക്രാഫ്റ്റിൽ കംപ്ലീറ്റ് മെഷർ ചെയ്യാനും ടെമ്പറേച്ചർ മെഷർ ചെയ്യാനും എയർക്രാഫ്റ്റ് പോകുന്ന സമയത്തുണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസിൽ വെച്ചിട്ട് അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിച്ചിട്ട് എയർക്രാഫ്റ്റിനകത്തുള്ള ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള സിസ്റ്റം പോലും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഹൈലി ഓട്ടോമേറ്റഡ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ടെസ്ല എന്ന് പറയരുത് കേട്ടോ, കാരണം ടെസ്ലയെക്കാളും നല്ല ഇലക്ട്രിക് കമ്പനി കാർ ഉണ്ടാക്കുന്ന മഹേന്ദ്ര കമ്പനിയാണ്. ഇന്ത്യയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സിറ്റുവേഷനിൽ ഒരു ഉദാഹരണം, ഞാൻ ടെസ്ല ഓടിച്ചു പോകുന്ന സമയത്ത് സൈഡിൽ വരുന്ന കാറിൻ്റെ പടം എനിക്ക് കാറായിട്ട് കാണും. അതിൻ്റെ പടമല്ല കാണുന്നത്, അതിൻ്റെ സിംബോളിക് ആയിട്ടുള്ള പടമാണ് കാണുന്നത്. പക്ഷേ ടെസ്ല ഇതുവരെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞൊരു സാധനം കാണാത്ത ആളാണ് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഓട്ടോറിക്ഷയും മോട്ടോർ ബൈക്കും ഒന്നായിട്ടാണ് കാണുന്നത്. കാരണം 3 വീലേഴ്സ് ഇല്ല അവിടെ. പറഞ്ഞ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ലോകത്തിൽ എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന കാർ ഉണ്ടാക്കുന്നത് മഹേന്ദ്രയാണ്. ഇപ്പോൾ ടെസ്ലയെക്കാളും ഇലക്ട്രിക് കാർ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ മഹേന്ദ്ര എന്ന് പറയണം. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ നമ്മൾ പണ്ട് എയർക്രാഫ്റ്റിൽ എയറോ ഡൈനാമിക്സ് ഡിസൈനിലും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഡബിൾ എഞ്ചിൻ ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, എയറോഫോയിൽ സെക്ഷനിങ് എങ്ങനെയാണ്. പല എയർക്രാഫ്റ്റുകളും പലതരത്തിലാണ്, വെയിറ്റ് അനുസരിച്ചിട്ട്, അതിൻ്റെ എൻജിൻ കൺട്രോൾ അനുസരിച്ചിട്ട്, അതിൻ്റെ നമ്പർ ഓഫ് സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച്, ലഗേജ് എവിടെ. നമ്മൾ ചെറിയ എയർക്രാഫ്റ്റാന്ന് വിചാരിക്കും, ചെറിയ എയർക്രാഫ്റ്റ് നമുക്ക് സീറ്റ് അലോട്ട്മെൻറ്റ് അനുസരിച്ചേ ഇരിക്കാവൂ. എങ്ങനെയാണ് സീറ്റ് അലോട്ട്മെൻ്റ് എന്നറിയോ? എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ടിലും സൈഡിലും എല്ലായിടത്തും ബാലൻസ് ചെയ്യുന്നവരാവണം. വെയിറ്റ് നോക്കിയിട്ടാണ് ഇരുത്തുക. കാരണം നമ്മളൊരു എയർക്രാഫ്റ്റിൽ എല്ലാവരും ഒരു സൈഡിൽ ബാക്കിൽ മാത്രം ഇരുന്നു എന്ന് വിചാരിക്കും, ആ എയർക്രാഫ്റ്റ് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലോട്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടാണ്. ചെറിയ എയർക്രാഫ്റ്റ് ആണെങ്കിൽ, വലുത് ഫുള്ളാണെങ്കിൽ ആ ഫുൾ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ മാർഗ്ഗങ്ങളുണ്ട്. അതിനകത്ത് ലഗേജ് ക്യാരി ചെയ്യുന്ന സ്ഥലമുണ്ട്, എൻജിൻ വേറെ സ്ഥലത്താണ്. ഇതിൻ്റെയൊക്കെ വെയിറ്റ് ബാലൻസ് ചെയ്താലല്ലേ ഇത് പറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫുള്ളി ഒക്യുപ്പൈഡ് അല്ലാത്തൊരു ഫ്ലൈറ്റിൽ നമ്മൾ സീറ്റ് മാറി ഇരുന്ന ഉടനെ എയർ ഹോസ്റ്റസോ എയർ ഹോസ്റ്റസ് എന്ന് പറയരുത്, ക്യാബിൻ ക്രൂ വന്നിട്ട് പറയും. പണ്ട് എയർ ഹോസ്റ്റസ് ആയിരുന്നു, ലേഡീസ് മാത്രം വർക്ക് ചെയ്യും. ഞാൻ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പറയുന്നതിൽ തെറ്റുകൾ. അപ്പം ഈ ക്രൂ എന്ത് ചെയ്യും? നമ്മളോട് പറയും ഇവിടെ ഇരിക്കരുത്. ഇനിയിപ്പോൾ അവർ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 3 പേര് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോഴും ക്രൂ വന്നിട്ട് പറയും ഇവിടുന്ന് പ്ലീസ് വിൽ യു ഷിഫ്റ്റ് ഇറ്റ് ഹിയർ. നമ്മൾ ബാലൻസ് ചെയ്യാനാണ്. അപ്പം നമ്മൾ വെയിറ്റ് കൊടുക്കുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം വരുമൊരു ദിനം എങ്ങനെയാണെന്നറിയോ? ഇപ്പം നമ്മൾ ലഗേജ് 15 കിലോ ആണെങ്കിൽ കാശ് എക്സ്ട്രാ, 10 കിലോ ആണെങ്കിൽ കാശ് എക്സ്ട്രാ. അപ്പം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ ലഗേജിന് 2 കിലോ കൂടുതലുണ്ട്, പക്ഷെ നിങ്ങളുടെ ആവറേജ് വെയിറ്റിനേക്കാളും ഈ മനുഷ്യൻ 87 കിലോ, ഞാൻ 60 കിലോ ഉള്ളൂ, 17 കിലോ കുറവാണ്, അതിവിടെ ആഡ് ചെയ്തോളൂ ചോദിക്കും. തമാശക്ക് ചോദിക്കാറുണ്ട്. ശരിയാ, ഒരു കാലം വരും നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ചിട്ട് എയർക്രാഫ്റ്റിന് പൈസ കൊടുക്കേണ്ട ഒരു കാലം വരും. അതുകൊണ്ട് മെലിഞ്ഞിരുന്നാൽ, വെയിറ്റ് കുറഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ചീപ്പറാകും. അല്ല, ശരിക്കും അങ്ങനെ വേണ്ടേ? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഹാഫ് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് വെയിറ്റ് കുറവാണ്. അപ്പോൾ വലിയ കുറേ പാരാമീറ്റേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്തതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് നമ്പർ കൂടി, ട്രാഫിക് കൂടി, പിന്നെ അതിനേക്കാളും കൂടുതൽ എത്രയോ സ്ഥലത്ത് ഇതൊക്കെ താഴെ വീഴുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് ബദരീനാഥ് പോയ ഹെലികോപ്റ്റർ പൊളിഞ്ഞു വീണു. അത് നമ്മുടെ ന്യൂസ് പേപ്പറിൽ മൂലക്കേ വന്നിട്ടുണ്ടാവുള്ളൂ, ടി വിയിലൊന്നും വന്നിട്ടുണ്ടാവില്ല.
എനിക്ക് താല്പര്യമുള്ളതായതുകൊണ്ട് ഞാനത് കണ്ടു. പക്ഷേ ഇന്ന് നമുക്ക് താല്പര്യമില്ലെങ്കിലും കഴിഞ്ഞ ആഴ്ച റഷ്യയിലൊരു എയർക്രാഫ്റ്റ് നമ്മുടെ ഈ അഹമ്മദാബാദിൽ പോയിട്ട് ആകെ പോയിട്ടുള്ളതിനേക്കാളും ഓരോ ദിവസവും ലോകത്തിൻ്റെ പല ഭാഗത്തും പോകുന്നുണ്ട്. നമ്മളത് അറിയാത്തതുകൊണ്ടല്ലേ. അപ്പോൾ അറിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക ഇന്ന് കുറേ നമ്പർ കൂടുന്നുണ്ടെന്ന്. നമ്പർ കൂടുന്നത് റോഡിൽ ആക്സിഡൻസ് നടക്കുന്ന പോലെ അവിടെയും നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കുന്നതും നമ്മൾ അറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് ടി വി മാധ്യമങ്ങൾ 24 മണിക്കൂറും 100 ചാനലുകൾ അല്ലേ? അവർക്ക് വാർത്ത വേണം. അവർക്ക് വാർത്ത വേണ്ടേ?